ഹായ് ഓൾ. ഡിസ്ട്രിബ്യൂഷൻ ചാപ്റ്ററിൽ, അതായത് ഡെലിവറിങ് വാല്യൂ എന്ന് പറഞ്ഞ ചാപ്റ്ററായിരുന്നു നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കുറച്ചൊരു പോർഷൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഹോൾസെയിലിങ്ങിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റീറ്റെയിൽ സെക്ടറിനെ കുറിച്ചിട്ടാണ്. ദെൻ മാനേജിങ് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ആണ്. Dictionaries defines retailing as the sale of goods in small quantities to ultimate consumers. According to Ostro and Smith, retail store is a business which regularly offers goods for sale to ultimate customer. A retail store buys, stores, promote and sell the merchandise. അപ്പോൾ റീറ്റെയിൽ എന്ന് പറഞ്ഞ ടേം നമുക്ക് ഡെയിലി ലൈഫിൽ നല്ല ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. അപ്പോൾ സ്മോളർ ക്വാണ്ടിറ്റിയിൽ ഫൈനൽ കൺസ്യൂമേഴ്സിന് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് റീറ്റെയിൽ സ്റ്റോർ വഴിയാണ്. ഓക്കെ, അപ്പോൾ റീറ്റെയിലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ. ഏറ്റവും അവസാനത്തെ, അതായത് പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ പേഴ്സണ് പ്രൊഡക്റ്റ് എത്തുന്നത് ത്രൂ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വഴിയാണ്, അല്ലെങ്കിൽ റീറ്റെയിലിംഗ് വഴിയാണ് എത്തുന്നത്. ആൻഡ് റീറ്റെയിലിങ്ങിൽ ആക്ച്വലി അവരെന്ത് ചെയ്യുന്നു, ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തുനിന്നോ അതുപോലെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തുനിന്നോ പ്രൊഡക്ട്സ് ബൈ ചെയ്യുന്നു, ആൻഡ് അത് സ്റ്റോർ ചെയ്യുന്നു, ആൻഡ് അതിന് പ്രൊമോഷൻസ് കൊടുക്കുന്നു, ആൻഡ് അവസാനം സെൽ ഇറ്റ് ടു ദ ഫൈനൽ കൺസ്യൂമറിന് അത് സെയിൽ ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീറ്റെയിലിംഗ് എന്ന് വിളിക്കുന്നത്. ദെൻ റീറ്റെയിലേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ആൻഡ് അസംബ്ലിങ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് ഹോൾസെയിലേഴ്സ്. ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തു നിന്നും സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യാം, അത് കളക്ട് ചെയ്യുക, അസംബിൾ ചെയ്യുക, അതുപോലെ സ്റ്റോർ ചെയ്യുക, ആൻഡ് അത് കൺസ്യൂമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ഫങ്ഷൻ. പിന്നെ അണ്ടർടേക്കിംഗ് ട്രാൻസ്പോർട്ട് ഫോർ ക്യാരിയിങ് ഗുഡ്സ് പർച്ചേസ്ഡ്. ദെൻ സെല്ലിംഗ് ഓഫ് പ്രോഡക്ട്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമേഴ്സിന് വേണ്ട രീതിയിൽ ഏത് ക്വാണ്ടിറ്റിയിലാണോ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് സ്മോളർ ക്വാണ്ടിറ്റീസിൽ ഗുഡ്സ് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. സോർട്ടിങ് ആൻഡ് ഗ്രേഡിങ് ഓഫ് ഗുഡ്സിനെ കൃത്യമായിട്ട് സോർട്ട് ചെയ്യുക, ഗ്രേഡ് ചെയ്യുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ടാവും. ദെൻ ഗിവിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു റെഗുലർ കസ്റ്റമർ. നമുക്കറിയാം, റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസൊക്കെ കൊടുക്കാൻ, ദാറ്റ് ഈസ് ഫ്രം റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ കൾട്ടിവേറ്റിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമറുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് പേഴ്സണൽ കോൺടാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും റീറ്റെയിലേഴ്സിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നതാണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് ടു ദ കൺസ്യൂമേഴ്സ് ആണ് നമ്മൾ പൊതുവായിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ടു ദ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ചും കൂടി അധികം പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പൊതുവേ റീറ്റെയിലേഴ്സാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻഫർമേഷൻസൊക്കെ കൺസ്യൂമേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഹീ സപ്ലൈസ് ദിസ് ഇൻഫർമേഷൻ ടു ദ കൺസ്യൂമർ അബൌട്ട് ദ അറൈവൽ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. ദിസ് എനേബിൾസ് ദ കൺസ്യൂമർ ടു ബൈ ലേറ്റസ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ്. അപ്പോൾ പുതിയ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുക റീറ്റെയിൽ ഷോപ്പിൽ പോകുമ്പോഴാണ്, അല്ലേ? നമ്മളിപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് പറയും ദിസ് ഇസ് ന്യൂ അറൈവൽ, അതായത് പുതിയതായിട്ട് വന്നതാണ്, അല്ലെങ്കിൽ ഇതൊരു പുതിയ മോഡലാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ഫ്രം ദ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ പുതിയ ഇൻഫർമേഷൻസൊക്കെ ഫ്രം ദ മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്കും കൺവേ ചെയ്യുന്നത് ആക്ച്വലി ആരാണ്? റീറ്റെയിലേഴ്സാണ്. ദെൻ റീറ്റെയിലർ ഈസ് എൻ എക്സ്പേർട്ട് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. Therefore, he can help the consumers in the proper selection of goods. He advises them regarding the quality and durability of goods. അപ്പോൾ ഗുഡ്സിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ടും ഡ്യൂറബിലിറ്റീനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് റീറ്റെയിലേഴ്സാണ് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവരാണ് ഡെയിലി ഇങ്ങനെ കുറേ അധികം കൺസ്യൂമേഴ്സിനെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നും അതേപോലെ അവരുടെ നീഡ്സ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് ആർക്കറിയാൻ പറ്റും? റീറ്റെയിലേഴ്സിന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ പ്രൊഡക്ട്സിൻ്റെയും പ്രത്യേകതകളെ കുറിച്ചിട്ട് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് റീറ്റെയിലേഴ്സിനാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരുന്നത് ദ റീറ്റെയിലർ സെൽ ഗുഡ്സ് ടു റെഗുലർ കൺസ്യൂമേഴ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. ദ റീറ്റെയിലർ റെൻഡേഴ്സ് മെനി ആഫ്റ്റർ സെയിൽ സർവീസസ്. ഹി സംടൈംസ് അറേഞ്ചസ് ഫോർ
ഹോം ഡെലിവറി ഓഫ് ഗുഡ്സ്. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ മോസ്റ്റ് കോമൺലി എല്ലാ ഷോപ്പുകാരും അല്ലെങ്കിൽ പൊതുവേ റിറ്റെയിൽ ഷോപ്പ്സൊക്കെ അവരുടെ ബിസിനസ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു ഓഫറാണ് ഹോം ഡെലിവറി എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമുക്കറിയാം വലിയ വലിയ സാധനങ്ങൾ, നമുക്ക് ഫർണിച്ചർ, അതേപോലെ ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ്, ഇതൊക്കെ വാങ്ങിയാലാണ് നമുക്ക് ഹോം ഡെലിവറി പറ്റത്തുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പം നമുക്കറിയാം ഗ്രോസറീസ് വാങ്ങിയാൽ പോലും നമുക്ക് ഹോം ഡെലിവറി ഫ്രീ ആയിട്ടും അറ്റ് കോസ്റ്റും ഒക്കെ ചെയ്തു തരുന്നത് റീറ്റെയിലേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ കൺസ്യൂമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ കൺസ്യൂമേഴ്സിന് സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ റീറ്റെയിലേഴ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ദെൻ റീറ്റെയിലർ ജനറലി എസ്റ്റാബ്ലിഷസ് ഹിസ് ഷോപ്പ് നിയർ ദ കസ്റ്റമർ. ദിസ് എനേബിൾസ് ദ customers to get their requirements near their localities. ദെൻ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും പൊതുവേ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ടാവുക. നമുക്കറിയാമല്ലേ, നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഷോപ്പിലെയാണ് അപ്രോച്ച് ചെയ്യുക. നമുക്ക് ഒരുപാട് സമയമുണ്ട്, ഓക്കെ, സമയം എടുത്ത് പോയി ചെയ്യാനാണെങ്കിൽ മാത്രമേ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുള്ളൂ. അല്ലാണ്ട് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് അവൈലബിൾ ആവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഷോപ്പിൽ പോയിട്ടായിരിക്കും വാങ്ങുക. അപ്പോൾ നമ്മുടെ നീഡ്സ് ഏറ്റവും പെട്ടെന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ആരെയാണ്? റീറ്റെയിലേഴ്സിനെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഹെഡ് വരുന്നത് സർവീസസ് ടു മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സ് ഈ പറയുന്ന മാനുഫാക്ചറേഴ്സിനും അതേപോലെ ഹോൾസെയിലേഴ്സിനും കൊടുക്കുന്ന സർവീസസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോണത്. ദ റീറ്റെയിലർ ലുക്സ് ആഫ്റ്റർ the entire process of distribution. This enables the manufacturer to concentrate on പ്രൊഡക്ഷൻ. അപ്പോൾ പൊതുവേ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളിലായിരുന്നു, ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും അവസാനത്തെ ആളാണ് റീറ്റെയിലർ എന്ന് പറയുന്നത്. പൊതുവേ റീറ്റെയിലർ അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രൊഡ്യൂസറിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ പ്രൊഡക്ഷൻ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. മാർക്കറ്റിങ്ങും അതേപോലെ ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ റീറ്റെയിലേഴ്സാണ് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ്, ബൈ അഡ്വർടൈസിങ് ആൻഡ് ഡിസ്പ്ലേയിങ് ഗുഡ്സ് ദ റീറ്റെയിലർ ക്രിയേറ്റ്സ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. പിന്നെ നമുക്കറിയാം, എപ്പോഴും നമ്മൾ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ പ്രൊഡക്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോ കാറ്റഗറി ഓഫ് ഗുഡ്സ് നമ്മൾ ഓരോ ഷെൽഫിലായിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ, ഗ്രോസറീസ് ആണെങ്കിൽ, അതേപോലെ വേറെ കോസ്മെറ്റിക്സ് ആണെങ്കിൽ, അങ്ങനെ പല പല കാറ്റഗറി ആയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ആണ് ഇരിക്കുക. അത് വെച്ചിരിക്കുന്ന കണ്ടിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്ട്സ് കാണുന്നതും റെക്കഗ്നൈസ് ചെയ്യുന്നതൊക്കെ. അതേപോലെ ഇപ്പോൾ ടെക്സ്റ്റൈൽസിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേ ഡ്രസ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടും അതേപോലെ വിയർ ചെയ്തിട്ടും അതിങ്ങനെ അവർ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ആക്ച്വലി എന്തിനാണ്, നമ്മുടെ പ്രൊഡക്റ്റിന് കൂടുതൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഹോൾസെയിലറോ മാനുഫാക്ചറോ ചെയ്യേണ്ട പരിപാടികളാണ് ആക്ച്വലി ആര് ചെയ്യുന്നത്, റീറ്റെയിലേഴ്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും അതേപോലെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ട് കൂടുതൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് കൺസ്യൂമേഴ്സിലേക്ക് കൊടുക്കുന്നത് ആരാണ്? റീറ്റെയിലേഴ്സാണ്. Then as the retailer is in close touch with customer, he collects the necessary market information and supplies the same to manufacturer through wholesaler. This enables the manufacturer to produce goods according to the needs and desire of the consumer. അപ്പോൾ പിന്നെ ഒരു കാര്യമുള്ളത്, കൺസ്യൂമേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ റീറ്റെയിലേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിന് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം കൺസ്യൂമേഴ്സ് പറയുകയാണെങ്കിൽ അത് ത്രൂ ഹോൾസെയിലോ മാനുഫാക്ചറിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ റീറ്റെയിലേഴ്സാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടൻ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം അറിയുന്ന ആൾ റീറ്റെയിലേഴ്സ് ആയിരിക്കും. അപ്പോൾ റീറ്റെയിലേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അയാളുടെ അടുത്ത് വന്നിട്ട് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ കുറേ കൺസ്യൂമേഴ്സ് വന്നിട്ട് കംപ്ലയിൻറ്റ്സ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ ഓഫ് കോഴ്സ് അത് കൃത്യമായിട്ട് ഹോൾസെയിലറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഹോൾസെയിലർ അത് മാനുഫാക്ചറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു റിവേഴ്സ് മെക്കാനിസം കൂടി അവിടെ നടക്കുന്നുണ്ട്, റീറ്റെയിലേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹി ഫൈൻഡ്സ് കൺസ്യൂമർ ഫോർ ദ ന്യൂ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ടു ദ മാർക്കറ്റിലേക്ക് പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾസെയിലറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾ റീറ്റെയിലറാണ്. അപ്പോൾ അതാണ് അടുത്തൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർവീസ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ എക്സിസ്റ്റഡ് ആയിട്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് ആണ്. ദാറ്റ് ഇസ് ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. രണ്ടാമത്തത് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് സ്മോൾ സ്കെയിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്നത് ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത് ഹോക്കേഴ്സ്, പെഡ്ലേഴ്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ്, സ്ട്രീറ്റ് വെൻഡേഴ്സ്, ചീപ്പ് ജാക്സ്, ഇത്രയും പേരാണ്.
ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. സ്കെയിൽസിനനുസരിച്ചിട്ടാണ്, സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലും. സ്മോൾ സ്കെയിൽ ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് റീറ്റെയിലേഴ്സ് ഉണ്ട്, സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് സെല്ലേഴ്സ് ഉണ്ട്, സ്പെഷ്യാലിറ്റി ഷോപ്സ് ഉണ്ട്. പിന്നെ ലാർജ് സ്കെയിൽ ആകുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ, മൾട്ടിപ്പിൾ സ്റ്റോഴ്സ്, മെയിൽ ഓർഡർ ബിസിനസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്, ഇതൊക്കെയാണ് ലാർജ് സ്കെയിലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് കാറ്റഗറി വരുന്നത് ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്താണ് എന്നുള്ളതാണ്. ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് ആർ ദോസ് റീറ്റെയിലേഴ്സ് ഹു ഹാവ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്. ദേ മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് മീറ്റ് ദ കൺസ്യൂമർ അറ്റ് ദെയർ doors and sell the goods. They mainly deal in fruits, vegetables, fish, clothing, glassware, etc. They include hawkers, peddlers, market traders, cheap jacks, street vendors, etc. അപ്പോൾ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്, നമുക്കത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഫിക്സഡ് പ്ലേസോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പോ ഇല്ലാതെ ട്രേഡിംഗ് നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് വിളിക്കാം. അതായത് കൃത്യമായിട്ടൊരു സ്ഥലമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മാറി 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 ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ മാറി മാറി പോകണമെന്ന് നിർബന്ധമല്ല. നമുക്കിപ്പോൾ അറിയാം, ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഉന്തുവണ്ടിയിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സാണ്. പിന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്തൊക്കെ ഫിഷ് കൊണ്ടുവരുന്ന വണ്ടിയിലൊക്കെ ഫിഷ് കൊണ്ടുവരുന്ന ആൾക്കാരും ദേ ആർ ഓൾസോ റീറ്റെയിലേഴ്സാണ്. അവരെയും നമ്മൾ എന്താ വിളിക്കുക? ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് പെടുത്തുക. പിന്നെ ഇങ്ങനെ എന്താണ് പറയുക, ഗ്ലാസ് വെയിൽസും അതേപോലെ സ്റ്റാച്യൂസൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ ഫെസ്റ്റിവൽസിൻ്റെ സമയത്തൊക്കെ. അവർ ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ അതേപോലെ കളിമണ്ണിൻ്റെ പ്രൊഡക്ട്സൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഹോക്കേഴ്സ്, പെഡ്ലേഴ്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചീപ്പ് ജാക്സ് പോലത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് മാർക്കറ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. അതൊരു പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് വിളിക്കുക. അവർ ദേ ആർ നോർമലി അൺഓർഗനൈസ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ഒന്നും ഉള്ള ആൾക്കാരായിരിക്കില്ല ഈ പറയുന്ന ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആണ്. ഓൾ മെജോറിറ്റി ഓഫ് റീറ്റെയിൽ ഷോപ്സ് ആർ ഫിക്സഡ് റീറ്റെയിൽ ഷോപ്സ്. ആസ് ദ നെയിംസ് ഇൻഡിക്കേറ്റ്സ് ദേ ഹാവ് ഫിക്സഡ് ബിസിനസ് പ്രിമൈസസ്. അപ്പോൾ ഫിക്സഡ് ഷോപ്പ് നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. ഒരു ഫിക്സഡ് ആയിട്ടുള്ള പ്രിമൈസസ് ഉള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അതിനകത്ത് സ്മോൾ ഷോപ്സും ലാർജ് ഷോപ്സും വരുന്നുണ്ട്, അല്ലെങ്കിൽ ലാർജ് സ്കെയിലും സ്മോൾ സ്കെയിലും ആയിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സ്മോൾ സ്കെയിൽ റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴും ചെറിയ ചെറിയ ഷോപ്പുകളാണ് വരിക. അതായത് വെൻഡിങ് മെഷീൻസും അതേപോലെ ചെറിയ തോതിൽ ബിസിനസ് ചെയ്യുന്നത്, നോർമലി ഒരു സിംഗിൾ റൂമിൽ മാത്രം ബിസിനസ് ചെയ്യുന്നതാണ് സ്മോൾ സ്കെയിൽ ബിസിനസ്സായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻഡിപെൻഡൻറ്റ് റീറ്റെയിലേഴ്സ് വരും, സ്ട്രീറ്റ് സ്റ്റാൾ വെൻഡേഴ്സ് വരും, ദെൻ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാർ, സ്പെഷ്യാലിറ്റി ഷോപ്സ്. പൊതുവെ ഇതിൻ്റെ സൈസ് ഓഫ് ദ ബിസിനസ് വളരെ ചെറുതായിരിക്കും. ഒരു റൂമിലോ അല്ലെങ്കിൽ 2 റൂമിലോ മാത്രമേ അവരുടെ ബിസിനസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് വിളിക്കുക. നമുക്കറിയാം, നമ്മളിപ്പോൾ SM സ്ട്രീറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് വരുന്നത്? സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഒരു സിംഗിൾ ഷോപ്സാണ് അവിടെ മുഴുവനുള്ളത്. ആ ഒരു സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും നമുക്ക് സിംഗിൾ ഷോപ്സാണ് കാണാൻ പറ്റുക. അപ്പോൾ അതൊക്കെ എന്താണ്? സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള റീറ്റെയിലിംഗ് ആണ്. നെക്സ്റ്റ് വരുന്നത് ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ആണ്. In these days, goods are produced in large scale to meet the demand for growing population. Mass production of goods necessitated established of large scale retailing trading houses. Some of the important types of large scale retail establishments are department store, multiple shops, mail order business, consumer cooperative stores, supermarkets അങ്ങനത്തെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലാർജ് സ്കെയിൽ റീറ്റെയിലിങ്ങിനകത്ത് വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് ആണ്. A department store is a large scale retail establishment having in the same building a number of departments, each dealing in one particular type of product. Example, there will be a cloth department, drug department, stationery, provision, etc. Thus, it is a combination or collection of many small shops under one roof and one management. The department store offers a wide varieties of articles and the consumer can buy his requirement from a pin to car
under one roof. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സും ഷോപ്പിംഗ് മോൾസൊക്കെ വരുന്നതിന് മുൻപുള്ള ഒരു കാറ്റഗറി ഓഫ് ബിസിനസ്സാണ്. ദാറ്റ് ഇസ് സെയിം. നമ്മുടെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ഫ്ലോസിലായിട്ട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള റീറ്റെയിൽ ഷോപ്സാണ് കാണാം. അതായത് ക്ലോത്ത്, ഫുഡ് അങ്ങനെ പല കാറ്റഗറി ഓഫ് റീറ്റെയിൽ ഷോപ്പുകൾ ഒന്നിച്ചിട്ടൊരു സ്ഥലത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സിനകത്ത് ഇതുപോലെ ഒരു സിംഗിൾ റൂഫിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നത് മൾട്ടിപ്പിൾ ഷോപ്പ് ഓർ ചെയിൻ സ്റ്റോഴ്സ് ആണ്. മൾട്ടിപ്പിൾ ഷോപ്സ് ഇൻ എ സിസ്റ്റം ഓഫ് ബ്രാഞ്ച് ഓഫ് ഷോപ്സ് ഓപ്പറേറ്റഡ് അണ്ടർ എ സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഡീലിംഗ് ഇൻ സിമിലർ ലൈൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ചെറിയ റൂമിലായിട്ട് സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ബാറ്റ ഷൂ ഒരു ചെയിൻ സ്റ്റോഴ്സിൻ്റെ എക്സാമ്പിളാണ്. ദാറ്റ് ഈസ് ബാറ്റ ഷൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാറ്റയ്ക്ക് തന്നെ പല വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ഒരു സിംഗിൾ റൂഫിൻ്റെ ഉള്ളിലാണ് വരിക. പിന്നെ അതേപോലെ ഡൽഹി ക്ലോത്ത് മിൽസ്, സിംഗർ സ്വിങ് മെഷീൻ കമ്പനി, ഇതൊക്കെ എന്താണ് നാഷണൽ ബുക്ക് സ്റ്റാള്, മിൽമ, ഇതൊക്കെ എന്താണ് മൾട്ടിപ്പിൾ സ്റ്റോഴ്സ് വർക്കിംഗ് ഇൻ കേരളത്തിലുള്ള വർക്കിംഗ് നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ പല പബ്ലിക്കേഷൻസിൻ്റെ ബുക്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ചെയിൻ സ്റ്റോഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നത് മെയിൽ ഓർഡർ ബിസിനസ് ഹൗസസ് ആണ്. ഇത് ആക്ച്വലി ഇപ്പോൾ നിലവിലില്ലാത്തൊരു സംഭവമാണ്. ദാറ്റ് ഇസ് മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുന്നത്. മെയിൽ ഓർഡർ ബിസിനസ് ഇസ് എ കൈൻഡ് ഓഫ് ട്രേഡ് വേർ ദ ബിസിനസ് ഇസ് ഡൺ ത്രൂ പോസ്റ്റ് ഓർ മെയിൽ. അപ്പോൾ നമുക്ക് സെല്ലറിൻ്റെ ഷോപ്പിൽ പോവുക, എന്നിട്ട് നമുക്ക് ഗുഡ്സൊക്കെ ഇൻസ്പെക്ട് ചെയ്യാം. പക്ഷേ നമുക്കവിടെ ഗുഡ്സ് കാണാനൊന്നും പറ്റില്ല. നമ്മൾ അതിനെക്കുറിച്ച് എൻക്വയറി എടുത്തിട്ട് നമ്മൾ മെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ട് സാധനങ്ങൾ വരുത്തിക്കുന്നൊരു സിസ്റ്റമായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഒരു മെയിൽ ഓർഡർ ബിസിനസ്സൊക്കെ വളരെ കുറവാണ്. പിന്നെ വരുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓൺ ചെയ്യുന്ന സ്റ്റോഴ്സിനെയാണ് നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് വിളിക്കുക. These are the retail stores owned by a group of consumers themselves on cooperative principles. These are organized with a view to eliminate the middleman and their profit. The capital is subscribed by the members in the form of shares. അപ്പോൾ ഈ പറയുന്ന സംഭവം ഇത് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയുന്നതും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ കുറേ ആൾക്കാർ കൂടി ചേർന്നിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ പിന്നെ വരുന്നത് സൂപ്പർ ബസാർസ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് ആണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ഒരു സിംഗിൾ അംബ്രല്ലയുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി സൂപ്പർ ബസാർസ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലാർജ് സ്കെയിൽ റീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ ഇപ്പോൾ അതിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഷോപ്പിംഗ് മോൾസ് ഓൾസോ കമ്മിങ് അണ്ടർ ഫിക്സഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വേറൊരു ഏരിയ ആണ്. ദാറ്റ് ഇസ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റീറ്റെയിൽ സെക്ടറാണ് വരുന്നത്. ഡയറക്റ്റ് selling refers to the sale of products to the ultimate consumer through face-to-face sale presentation at home or in workplace. It is traditionally called door-to-door selling. It is the oldest method of non-store retailing. The two most well-known uses of this technique are Better Wear and Avon Cosmetics. അപ്പോൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫേസ് ടു ഫേസ് കൺസ്യൂമറിനെ കണ്ടിട്ട് ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ പറയുന്ന ഡയറക്റ്റ് സെല്ലിങ്ങിനകത്ത് നമ്മൾക്ക് മേ ബി കൺസ്യൂമറിനെ നമ്മൾ മീറ്റ് ചെയ്യുക ഫ്രം ഹിസ് ഹൗസ്, അയാളുടെ വീട്ടിലോ അയാളുടെ വർക്ക് പ്ലേസിലോ പോയിട്ട് നേരിട്ട് കൺസ്യൂമറിനെ കണ്ടിട്ട് കാര്യങ്ങൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് വിളിക്കുക. ഇപ്പോൾ വളരെ റെയർ ആയിട്ടൊക്കെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് നമ്മൾ വീട്ടിലൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം വളരെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷോപ്പൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ റീറ്റെയിൽ കൺസ്യൂമേഴ്സിനെ മീറ്റ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വർക്ക് പ്ലേസിലോ ഹോമിലോ പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് പരിചയപ്പെടുത്തുക. ആൻഡ് ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ് അവർ അവിടെ നിന്ന് തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ദെൻ അതിൻ്റെ വേറൊരു വേർഷനാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഈസ് എ വേ ഓഫ് മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് oriented towards finding, getting, keeping and developing consumers on one-to-one. It reaches both target and non-target consumer. It also reaches those consumers who are not in the market for the promoted product
and are not prepared to buy the same now or near future. അപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ വേർഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കൺസ്യൂമറിനെ ഫൈൻഡ് ചെയ്യുന്നു ആൻഡ് അവരെ കീപ്പ് ഇൻ ടച്ച് വിത്ത് ദം, അവരുമായിട്ട് നമ്മളൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് മേ ബി അവർ പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കാം. എനിവേ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൺസ്യൂമറിന് കൈമാറുക എന്നുള്ളതാണ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ആൻഡ് the meaning of direct marketing: in direct marketing, companies communicate directly with their target consumer to generate a response or a transaction. Direct marketing brings the market directly into the home or office of an individual buyer instead of the buyer having to go to the market. ഇപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നേരെ ഓപ്പോസിറ്റാണ്, നോർമലി ഉള്ള മാർക്കറ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടക്കുക. സാധാരണ കൺസ്യൂമേഴ്സ് സാധനം മേടിക്കാൻ ഷോപ്പിലേക്ക് വരിക അല്ലെങ്കിൽ മാർക്കറ്റിലോട്ട് വരുന്നതിന് പകരം മാർക്കറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഗോയിങ് ടു ദ വർക്ക് പ്ലേസ് ഓർ ദ ഹോം ഓഫ് ദ കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് നേരിട്ട് അങ്ങോട്ട് ചെല്ലുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി ഡയറക്റ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഈസ് ദ യൂസ് ഓഫ് ഡയറക്റ്റ് മീഡിയ ടു റീച്ച് ദ ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, അപ്പോൾ അതൊരു നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് ആണ് that uses non-personal media to introduce the product to consumer. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് അതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഫോംസ് എന്ന് പറയുന്നത് കാറ്റലോഗ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് റെസ്പോൺസ് മാർക്കറ്റിംഗ്, ടെലിവിഷൻ ഹോം ഷോപ്പിംഗ്, ടെലി മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഫോംസ് എന്ന് പറയുന്നത്. ദെൻ അതിനകത്ത് വരുന്നത് ഒരു മാർക്കറ്റിംഗ് ടേമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. നമുക്കിപ്പോൾ ഡെയിലി ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. ഓൺലൈൻ മാർക്കറ്റിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് ഇ മാർക്കറ്റിംഗ്. ഓൺലൈൻ മാർക്കറ്റിംഗ് സിംപ്ലി മീൻസ് മാർക്കറ്റിംഗ് ത്രൂ ഇൻ്റർനെറ്റ്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് റിലേറ്റഡ് ഡിജിറ്റൽ ടെക്നോളജീസ് ടു അച്ചീവ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ആൻഡ് സപ്പോർട്ട് ദ മോഡം ഓഫ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് നമ്മൾ ത്രൂ ഇൻ്റർനെറ്റ് ഓർ ഡിജിറ്റൽ മോഡൽ നമ്മൾ ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുന്നതല്ല, നമ്മൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴിയോ ഇൻ്റർനെറ്റ് വഴിയോ ഡിസ്പ്ലേ ചെയ്യുന്ന പ്രൊഡക്ട്സ് കൺസ്യൂമേഴ്സ് കാണുകയും അവർ നമുക്ക് ഓർഡർ ചെയ്യുകയും ചെയ്തിട്ട് നമ്മളത് അവർക്ക് ത്രൂ കൊറിയർ വഴി ഡയറക്റ്റായിട്ട് കൺസ്യൂമറും അതേപോലെ പ്രൊഡ്യൂസറോ റീറ്റെയിലറോ ഒന്നും ഇതിനകത്ത് ഇടപെടുന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ്. ദ ടേം ലോജിസ്റ്റിക്സ് കെയിം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ 1846. ഇറ്റ് വാസ് എയ്തർ കോയിൻഡ് ഓർ പോപ്പുലർ ബൈ ഫ്രഞ്ച് മിലിറ്ററി ഓഫീസർ ആൻഡ് റൈറ്റർ ആൻറ്റോൺ ഹെൻറി ജോംനി. Logistics is the process of getting products and services where they are required and whenever they are desired. Council of Logistics Management (CLM) defines logistics as the process of planning, implementing and controlling the efficient, cost-effective flow and storage of raw materials in process, inventory, finished goods and related information from the point of origin to the point of consumption for the purpose of conforming consumer requirements. അപ്പോൾ കൺസ്യൂമർ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്ന പോയിന്റ് മുതൽ കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് ആ പ്രൊഡക്റ്റ് എത്തുന്നത് വരെയുള്ള ആ അത്രയും സ്റ്റേജിലൂടെ കടന്നു പോകുന്നൊരു പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വലി കൺസ്യൂമേഴ്സിന് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയൊക്കെ ചാനലിലൂടെ കടന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ എത്രയൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്, ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ കുറച്ചും കൂടിയും എക്സ്പാൻഡഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് ആയിട്ടാണ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി സയൻസിനകത്ത് നിന്ന് വന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ഷോർട്ട്, ലോജിസ്റ്റിക്സ് ഈസ് ദ പ്രോസസ് ഓഫ് കോർഡിനേറ്റിംഗ് ദ ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽ, ഗുഡ്സ്, സർവീസസ് ആൻഡ് ഇൻഫർമേഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഇൻ ദ സപ്ലൈ ചെയിൻ. അപ്പോൾ നമ്മുടെ സപ്ലൈ ചെയിനിൽ വരുന്ന എല്ലാ ആൾക്കാരും, അതായത് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഫ്രം ദ സപ്ലയർ, നമ്മുടെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആൾ മുതൽ കൺസ്യൂമർ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഒരു ചാനലിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ സപ്ലൈ ചെയിനിലുള്ള ആൾക്കാരെ തമ്മിൽ അല്ലെങ്കിൽ അതിലുള്ള പേഴ്സൺസിനെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ സപ്ലൈ ചെയിനിൽ എന്തൊക്കെ വരും? ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ട്, ദെൻ ഗുഡ്സ് ആയിട്ട് മാറും, അത് ഗുഡ്സിനെ അതുപോലെ സർവീസസിനെയൊക്കെ ഫൈനൽ കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോജിസ്റ്റിക്സിൽ 2 തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് വരിക. ദാറ്റ് ഈസ് വൺ ഈസ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സും ആൻഡ് അതർ ഈസ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്, ഷോർട്ട് ആൻസർ ചോദിക്കാറുണ്ടോയെന്ന് ശ്രദ്ധിച്ചോളാം. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ആൻഡ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. Inbound logistics is concerned with the smooth and cost-effective inflow of materials and other inputs from the supplier to the plant. For proper management of inbound logistics, the management has to maintain a continuous interface with suppliers അല്ലെങ്കിൽ വെൻഡേഴ്സ്. അപ്പോൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആലോചിച്ചാൽ, മാനുഫാക്ചറിങ് കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ലോജിസ്റ്റിക്സ് ആലോചിക്കേണ്ടത്. അപ്പോൾ മാനുഫാക്ചറിങ് കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കൃത്യസമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് സപ്ലയറുമായിട്ട് അവർക്ക് എന്തുണ്ടാവണം? ഷുഡ് ഹാവ് എ റിലേഷൻ. അപ്പോൾ ആ ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കാം. അതായത് ഫ്രം ദ സപ്ലയർ ടു ദ മാനുഫാക്ചറർ. ഓക്കെ, സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് റോ മെറ്റീരിയൽസ് മാനുഫാക്ചറിൻ്റെ അടുത്ത് പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ചെയിൻ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കാം. ആൻഡ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫ്ലോ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഇൻഫർമേഷൻ ഫ്രം ദ ഫേം ടു ദ കൺസ്യൂമർ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ലോജിസ്റ്റിക്സ് നമ്മളെപ്പോഴും ആലോചിക്കുക ഫ്രം ദ മാനുഫാക്ചറർ സൈഡിൽ നിന്നാണ്. മാനുഫാക്ചറർ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഫ്രം ദി മാനുഫാക്ചറർ ടു ദ കൺസ്യൂമർ നമ്മൾ എന്താ കൊടുക്കുന്നത്? പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്തിട്ട് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തുന്നത് വരെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എവിടെ പറയുന്നത്? ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. Okay, for proper management of outbound logistics, the management has to maintain a continuous interface between the transport operators and channel of distribution. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നത് നമ്മളെ ഇടയിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്പനീസും ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസും അതുപോലെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് ഹോൾസെയിലർ, റീറ്റെയിലർ, ഇവരുമായിട്ട് നല്ല റിലേഷൻ ആരുണ്ടാക്കിയെടുത്തിരിക്കണം? ഈ പറയുന്ന മാനുഫാക്ചറേഴ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫ്രം ദി സപ്ലയർ ടു ദ മാനുഫാക്ചറർ ആണ്. പിന്നെ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫ്രം ദി മാനുഫാക്ചറർ ടു ദ കൺസ്യൂമർ ആണ്. ഓക്കെ, ഇനി ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ലോജിസ്റ്റിക്സ് ആണ്. എന്തൊക്കെയാണ് ലോജിസ്റ്റിക്സിൽ വരുന്ന ആക്ടിവിറ്റീസ്, അതിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഇസ് നെറ്റ്വർക്ക് ഡിസൈനിങ് ആണ്. Network design is a prime responsibility of logistics management. The network is required to determine the number and location of manufacturing plants, warehouses, material handling equipments, etc. on which the logistic efficiency depends. അപ്പോൾ നെറ്റ്വർക്ക് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻബൗണ്ട് ആണോ ഔട്ട് ബൗണ്ട് ആണോ എന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യണം. ഇൻബൗണ്ട് ആണെങ്കിൽ സപ്ലയറിൻ്റെ അടുത്തുനിന്ന് മാനുഫാക്ചറിൻ്റെ അടുത്തേക്ക് റോ മെറ്റീരിയൽസ് എത്തണമെങ്കിൽ നമുക്ക് എന്തൊക്കെ നെറ്റ്വർക്കാണ് ആവശ്യമുള്ളത് എന്നുള്ളത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ എത്രയൊക്കെ ആൾക്കാർ വേണം, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്, അതേപോലെ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് വേണം, ആൻഡ് വാട്ട് ആർ ദ ലൊക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്നത്. ദെൻ അടുത്തത് ഓർഡർ പ്രോസസ്സിംഗ് ആണ്. Consumers' orders are very important in logistics management. Order processing includes activities for receiving, handling, filling, recording of orders. Herein, management has to ensure that the order processing is accurate, reliable and fast. നമുക്കറിയാം, അപ്പോൾ ഇതന്നെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഭാഗമാണ് ഓർഡർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം ദ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക, ആൻഡ് ഓർഡർ ഹാൻഡിൽ ചെയ്യുക, ദെൻ അത് ഫയൽ ചെയ്യുക, ദെൻ അതിനെ റെക്കോർഡ് ചെയ്യുക, ആൻഡ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഓർഡർ മാനേജ്മെൻറ്റിൽ വരുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെവിടെ ചെയ്യേണ്ടത്, ഓർഡർ പ്രോസസ്സിങ്ങിൽ ചെയ്യേണ്ടി വരാം. പിന്നെ വരുന്നത് പ്രൊക്യൂർമെൻ്റ് ആണ്. അപ്പോൾ പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൊക്യൂർ ചെയ്യേണ്ട ഉദ്ദേശം. അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഒബ്റ്റെയിൻ ദ മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡ് സപ്ലയേഴ്സ്
It includes supply sourcing, negotiation, order placement, inbound transportation, receiving and inspection, storage, handling, etc. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊക്യൂർമെൻറ്റിൽ വരിക. പ്രൊക്യൂർമെൻറ്റിൽ പൊതുവേ റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുക. റോ മെറ്റീരിയൽസ് അതിൻ്റെ കറക്റ്റ് സപ്ലയറിനെ കണ്ടുപിടിക്കുക, സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക, റോ മെറ്റീരിയൽസ് കറക്റ്റായിട്ട് വാങ്ങുക ആൻഡ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ എത്തിച്ചു കൊടുക്കുക. പിന്നെ വരുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. ദാറ്റ് ഇസ് റോ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യുക. മേ ബി അത് പാർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ആണെങ്കിലും ഫിനിഷ്ഡ് ആണെങ്കിലും അതിനെ നമ്മൾ കൃത്യമായിട്ട് പ്ലാന്റിൽ എത്തിച്ചു കൊടുക്കുക, അതേപോലെ വേ ഹൗസസിൽ എത്തിച്ചു കൊടുക്കുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇസ് ഇൻ ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതും അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് ആണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ വരുന്നത്. പിന്നെ പാക്കേജിങ് ആൻഡ് ലേബലിംഗ്, നമ്മൾ വേ ഹൗസ് ചെയ്ത് വെച്ച പ്രൊഡക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പാക്ക് ചെയ്യുക, ലേബൽ ചെയ്യുക ആൻഡ് അതിന് ട്രാൻസ്പോർട്ടിന് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഈ പാക്ക് ചെയ്തിരിക്കുന്ന ഗുഡ്സിനെ വേ ഹൗസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള വേ ഹൗസസ് നമ്മൾ കണ്ടുപിടിക്കണം ആൻഡ് അവിടെ കൃത്യമായിട്ട് നമ്മളതിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. ദെൻ അവസാനം നമ്മുടെ കറക്റ്റ് ലൊക്കേഷനിലോട്ട് ഈ പ്രൊഡക്ട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. അതാണ് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ കീ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ ചാപ്റ്ററിലുള്ള മെയിൻ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.